നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചിത്രകലയിലും കളരിയിലും വ്യത്യസ്തമായൊരു അധ്യായം രചിച്ചുകൊണ്ടിരിക്കുന്ന കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ക്യാമറ തിരിക്കുന്നത്. പൊന്നിയത്തങ്കവും സൂര്യനാരായണ ക്ഷേത്രവും ജന്മിത്തവിരുദ്ധ പ്രക്ഷോഭങ്ങളും അങ്ങനെ ചരിത്രത്തിൽ വ്യത്യസ്തമായൊരു അധ്യായം രചിച്ചൊരു പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ കതിരൂർ എന്ന കൊച്ചുഗ്രാമം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും കലയിലും കായികത്തിലും ദ്രുതഗതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നൊരു പ്രദേശമാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത്. ചരിത്രാതീത കാലം തൊട്ട് ഇന്ന് വരെ ഈ പ്രദേശത്ത് കളരി നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനും പഴശ്ശിരാജയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചൊരു നാട് കൂടിയാണ് കതിരൂറിൻ്റേത്. വ്യത്യസ്തമായ ജീവിത സംസ്കാരങ്ങൾ കൊണ്ടും ജന്മിത്തവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ കൊണ്ടും ചരിത്രത്തിൽ വേറിട്ടൊരു അധ്യായം രചിച്ച കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ നാട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കതിരൂർ എന്നുള്ളത് പേരിനെ അന്വർത്ഥമാക്കും വിധം രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, കതിരവൻ്റെ ഊര്, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കതിരവൻ്റെ ഊര്, കതിരൂര് എന്ന പേരിൽ, അതോടൊപ്പം തന്നെ ആദ്യകാലത്ത് കതിരൂർ എന്നുള്ളത് കതിരൂരിൻ്റെ വിവിധ മേഖലകളിലായിട്ടുള്ള നെൽകൃഷി, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കതിരിൻ്റെ ഊര്, കതിരൂര് എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇത് രണ്ടിലൂടെ മാത്രമല്ല കതിരൂരിനെ ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. കതിരൂരിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ജന്മി നാടുവാഴിത്ത കാലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെയും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു മണ്ണാണ് കതിരൂരിൻ്റെത്. ഈ ജന്മി നാടുവാഴിത്ത പോരാട്ടത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കതിരൂരിലെ സൂര്യനാരായണ ക്ഷേത്ര ചിറയിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം നടന്ന അനുഭവം നമ്മുടെ നാടിനകത്തുണ്ട്. പുലയർക്ക് അമ്പലങ്ങളിലും കാവുകളിലും കയറാൻ അനുവാദമില്ലാതിരുന്ന കാലത്ത് പുല്ലോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ കുറുമ്പ കാവിൽ, അവിടെ പുലയരെ കാവിനകത്തേക്ക് കയറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം കതിരൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ നിലയിൽ ദീർഘമായിട്ടുള്ള ജന്മി നാടുവാഴിത്ത വിരുദ്ധ പ്രക്ഷോഭവും സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭവും, അതിനെ തുടർന്ന് കതിരൂരിനകത്ത് രൂപം കൊണ്ടിട്ടുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയിട്ടുള്ള
പാർട്ടിയുടെ നിരന്തരമായ ഇടപെടലും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നടന്നിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഉൾക്കരുത്തോടു കൂടി നടന്നിട്ടുള്ള നിരവധിയായ ഇടപെടലുമാണ് കതിരൂരിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളത്. പൂമ്പാറ്റകളുടെ പറുദീസ എന്ന പേരിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളൊരു പേരായിരുന്നു. അത് പിന്നീട് കണ്ണൂരിന് പുറത്തേക്ക്, കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ട്. ആ മാലിന്യ സംസ്കരണ പ്രവർത്തനം ജില്ലയ്ക്കും കേരളത്തിനും മാതൃകയായി ഇന്നും തുടരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിവിധ വകുപ്പുകളുടെ, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവാർഡുകൾ ഗ്രാമപഞ്ചായത്തിന് തേടിയെത്തിയിട്ടുള്ളത്. നമ്മൾ ഈ നാടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനം, ഉറവ എന്ന പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ ജലസംരക്ഷണ പ്രവർത്തനം ഇന്ന് കേരളമാകെ ഏറ്റെടുത്തിട്ടുള്ള തെളിനീരൊഴുകും നവകേരളം എന്ന പ്രവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ഇവിടെ നിന്നാണ് ജലസംരക്ഷണത്തിൻ്റെ ജനകീയ പങ്കാളിത്തം എങ്ങനെ ഉറപ്പുവരുത്താം എന്ന പരീക്ഷണം പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിപ്പിച്ച് നാടിന് സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക അനുമതി നേടി അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കുകയാണ്. മറ്റിടങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത പ്രത്യേകത കതിരൂരിൽ ഫിസിയോതെറാപ്പി സെൻറ്റർ അതിൻ്റെ FSCക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2018 ആർദ്ര മിഷനിലൂടെ ആദ്യമായി ഒരു ഈ FHC എന്ന സംവിധാനത്തിലേക്ക് പോകുന്നത്. കേവലം 15 ലക്ഷം രൂപ മാത്രം സർക്കാരിൽ നിന്ന് ലഭിക്കുകയും അതുകൊണ്ട് ആ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും അതിൻ്റെ ഇരട്ടിയിലധികം തുക പൊതുജനങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സംഭാവന ചെയ്തപ്പോൾ കേരളത്തിന് മാതൃകയാവും വിധം ആ FSC നമുക്ക് നടപ്പിൽ വരുത്താൻ, പിന്നീട് അതിന് ദേശീയ അംഗീകാരം കിട്ടുന്ന രീതിയിലേക്ക് അത് വളരുകയും ചെയ്തിട്ടുണ്ട്. 1970 കാലഘട്ടത്തിലാണ് MC നാണുഗുരുക്കൾ പുല്യോടിൽ കളരി ആരംഭിക്കുന്നത്. 2012 അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള സ്ഥിരം കളരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ഇവിടെ നിന്നും സ്ഥിരമായി കളരി പരിശീലനം നൽകി വരുന്നതായി കാണാം. എല്ലാ വർഷവും നടക്കുന്ന പൊഞ്ഞത്തങ്കമാണ് ഈ കളരിയുടെ മറ്റൊരു സവിശേഷത. ഇനി പുല്യോട്ടിലെ കളരിയുടെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. ഇപ്പം ഗുരുകുലം കളരി നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ പ്രാക്ടീസിന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണി മുതൽ 8 മണി വരെ പ്രാക്ടീസ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവരും. വൈകിട്ട് ചില ദിവസങ്ങളിൽ വൈകിട്ടും ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം രാവിലെ വരാൻ പറ്റാത്ത കുട്ടികൾ വൈകുന്നേരം വരും, അല്ലെങ്കിൽ വൈകുന്നേരം വേറെ മാച്ചായിട്ടും നടത്തുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ കതിരൂർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരവധി പദ്ധതികൾ കതിരൂരിലെ കളരി എന്നുള്ളതിൽ നമ്മളായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ചെയ്തത് നമ്മളെ കതിരൂർ ഹൈസ്കൂളിലെ കളരിയാണ്. ഹൈസ്കൂളിൽ നിരവധി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് പഞ്ചായത്ത് കൊണ്ടുവരികയും അതിൽ നമ്മളെ കളരിനെ തിരഞ്ഞെടുക്കുകയും നമ്മൾ അവിടെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായി ഈ ലാസ്റ്റ് വർഷം. അതുപോലെ നമ്മളെ കുട്ടികൾ പുറത്ത് വിദേശത്ത് പോലും പോയിട്ട് പ്രദർശനങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഇവിടെ ഈ പുണ്യത്തങ്കം, അതായത് കതിരൂരിലെ ഏറ്റവും പേരുകേട്ട ഒരു സംഭവമാണ് ഇപ്പോൾ പുണ്യത്തങ്കം എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് കുംഭം 10 11 തീയതികളിലാണ് പണ്ട് തച്ചോളി അവതനും കതിരൂരുക്കളും ഒരു പൊയ്ത്ത് നടന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഏഴരക്കണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ അവിടെയുള്ളൊരു വായനശാലയും കേരള ഫോക്ലോർ അക്കാദമിയും കൂടിയിട്ട് അവിടെ ഒരു പദ്ധതി നടത്താറുണ്ട്. പുണ്യത്തങ്കം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അപ്പം എല്ലാ വർഷവും ഇപ്പം തുടർച്ചയായിട്ട് 12 വർഷത്തോളം ആയി തോന്നുന്നു അത് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ വർഷവും അത് വളരെ ജനക്കൂട്ടം കൂടിക്കൂടി വരും. ഓരോ വർഷം കൂടുന്നതിന് ആൾക്കാർ കൂടിക്കൂടി വരും. ഇപ്രാവശ്യം അത് വിദേശികളായ ആൾക്കാർ പോലും വന്നിട്ട് അവിടെ പ്രദർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതിലും നമ്മൾ പ്രദർശനങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ഭാഗ്യം കൂടി നമ്മളെ കളരി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചികിത്സക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. നടുവേദന, കാലുവേദന, മുട്ടുവേദന, അങ്ങനെയായിട്ട് പല പല രോഗങ്ങളായിട്ട് വരാറുണ്ട്. അവരെ ചികിത്സിക്കാറുണ്ട്. കളരിപ്പയറ്റിന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ചിട്ട് പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള മുതിർന്നവർക്ക് വരുന്ന രോഗങ്ങളുണ്ടല്ലോ. പ്രഷർ, ഷുഗർ, അമിതഭാരം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അല്ല കുട്ടികൾക്കാണെങ്കിൽ ചില കുട്ടികൾക്ക് എപ്പോഴും ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് പനി, കണ്ടിന്യൂസ് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസം മുട്ടൽ, വലിവ്, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി കുറഞ്ഞ് തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ഈ കളരിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വെക്കാനുള്ള സർക്കാരിനോടാണ്. കാരണം നമ്മൾ എപ്പോഴും കേരള സർക്കാർ പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കളരിപ്പയറ്റ് പഠിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പം ഏഷ്യൻ ഗെയിംസ് നടക്കുന്നുണ്ട്, അതിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് പങ്കെടുത്ത
കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം പ്രചോദനം നമ്മളെ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല. നേരെ മറിച്ച് മഹാരാഷ്ട്രയിൽ നിന്നും പോണ്ടിച്ചേരി അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളാണ് കൊടുക്കുന്നത്. വീണ്ടും വീണ്ടും അതിലേക്ക് കുട്ടികൾ വരുവാണ്. ഓരോ സ്കൂളുകളും ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് കളരിപ്പയറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു താല്പര്യം നമ്മളെ സർക്കാർ ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നിർദ്ദേശമാണ് സർക്കാരിനോട്. നമ്മളൊരു ഈ തനത് ആയോധന കലനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയത്നിക്കുന്നു. പക്ഷേങ്കിൽ സർക്കാർ തലത്തിലുള്ള വേണ്ടത്ര ഒരു പ്രചോദനം കിട്ടുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ആർട്ട് ഗാലറി നിലനിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. 2003 കാലഘട്ടത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ലോകപ്രശസ്ത കലാകാരൻ കാനായി കുഞ്ഞിരാമനാണ് ഈ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള അനവധി ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും ഇതുവരെ ഇവിടെ പ്രദർശനം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. 2019 നവീകരിച്ച ഈ ഗാലറി കാണികൾക്കായിട്ട് തുറന്നു കൊടുത്തു. 2019 ഒക്ടോബർ 1. പക്ഷേ സംഗതി വശാൽ ആ സമയമാകുമ്പോഴേക്കും ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും കോവിഡിൻ്റെ രംഗപ്രവേശമായി. വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേക്കും കോവിഡിങ് എത്തി. അപ്പോൾ പിന്നെ കോവിഡിൻ്റെ വരവോട് കൂടിയിട്ട് ധാരാളം കാലം അടച്ചിടേണ്ടി വന്നു. കോവിഡ് ലോകമൊട്ടാകെ അടച്ചിട്ട സമയത്തൊക്കെ ഇതും അടച്ചിട്ടു. 2022 സെപ്റ്റംബർ മുതൽ അത് അഖിലേന്ത്യാ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോച്ചിങ് ഒന്നും ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 1ാം ക്ലാസ് വിദ്യാർത്ഥി നീരവ് വരച്ച ചിത്രങ്ങളുടെ 50 ചിത്രങ്ങളുടെ പ്രദർശനത്തിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ കുറേ എക്സിബിഷനൊക്കെ വന്നു. അപ്പോൾ ആ എക്സിബിഷൻ പരമ്പരയിലൂടെ ആൾക്കാർ പറയുന്നത് ഇത് ചിത്രോത്സവമാണെന്നാണ് തുടർച്ചയായിട്ട്. അപ്പോൾ ഗോവിന്ദൻ കണ്ണപുരം എന്ന സീനിയർ ആർട്ടിസ്റ്റിൻ്റെ ചിത്രങ്ങൾ ഇവിടെ നാടാകെ ആവേശം കൊള്ളിച്ചിട്ടുള്ള വർണ്ണ ലയമുള്ള ഒരു എക്സിബിഷനായിരുന്നു. ആൾക്കാർ ഇന്നും ഓർമ്മിക്കുന്നതാണ്. 2012 ഒക്ടോബറിലായിരുന്നു അത്. അതിനു മുമ്പ് ഈ നാട്ടിലെ തന്നെയുള്ള ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി ചെയ്യുന്ന സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ഷാജി തുളസി എന്ന പേരിലുള്ള ചെറുപ്പക്കാരൻ നല്ലൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ചെയ്തു. അത് കന്യാകുമാരി മുതൽ ഉത്തരാഖണ്ഡ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് ചൂസ് ചെയ്ത് കളക്ട് ചെയ്ത് ഫോട്ടോ ചെയ്തിട്ടുള്ള ബേഡ്സിൻ്റെയും ബട്ടർഫ്ലൈസിൻ്റെയും അതുപോലുള്ള ബയോഡൈവേഴ്സിറ്റി വിഷ്വൽസാണ്. അത് നാടിനെ മൊത്തം ഈ ഗാലറിയിലേക്ക് എത്തിക്കേണ്ടായി. ഇപ്പോൾ ഈ നടക്കുന്ന എക്സിബിഷൻ ഈ ഗാലറി ഉണ്ടാവാൻ തന്നെ കാരണമായ കുറച്ച് പേരിൽ ഒരാളായിട്ടുള്ള ആർട്ടിസ്റ്റ് മോഹൻ ചാലാട് അധ്യാപകനായിരുന്നു. കണ്ണൂർ TTI ട്രെയിനിങ് സ്കൂളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. നിരവധി സംഘടനകളിൽ അദ്ദേഹം അംഗമായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു, പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ജോലി സമയം ഒരു ഒറ്റ ദിവസവും ലീവെടുക്കാതെ സ്കൂളിൽ പോകുന്ന ഒരാളാണ്. ലീവ് കൊണ്ടൊന്നും കുട്ടികളെ ശല്യപ്പെടുത്തില്ല. രാത്രി പാതിരക്കൊക്കെ ഇരുന്നിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത്. അഖിലേന്ത്യാ യാത്ര നടത്തി റിട്ടയർമെൻറ്റിന് ശേഷം 56 ജനിച്ച അദ്ദേഹം 2016 ഈ ലോകം വിട്ടു പോകുന്നത്. 7 വർഷമായി. ഇവിടുത്തെ ഗാലറിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ക്യാമ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ പ്രദേശത്തെ വായനശാലകളൊക്കെ നടത്തിയിട്ടുള്ള ചിത്രകലാ ക്യാമ്പുണ്ട്. നെടുനെടുങ്കൻ ക്യാൻവാസുകൾ, ഒറ്റ ആളുടെ പോർട്രേറ്റ് വരയിൽ, അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ 2000 ആ സമയത്തുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും പങ്കാളികളായിരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം മുൻകൈയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം 7 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ ഓർക്കുകയാണ്. ഇത് ഗാലറി നടത്തുന്ന ഒരു എക്സിബിഷനാണ്. ഇതിപ്പം 36ാമത്തെ എക്സിബിഷനാണ് ഈ ചിത്രോത്സവ പരമ്പരയിൽ. ട്രാവലേഴ്സ് ഐ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് ആന്തരികമായിട്ടും കൂടിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസാനകാല ചിത്രങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആന്തരിക യാത്രയാണ്. മിക്കവാറും
അതിൻ്റെ അനന്തര ജീവിതമായിട്ടുള്ളൊരു മൽപ്പിടുത്തം തന്നെ ഈ ചിത്രങ്ങളിൽ കാണാം. അനന്തര ജീവിത സങ്കല്പങ്ങൾ വായനക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള അത്തരം വിഷയങ്ങൾ, നഗരവൽക്കരണത്തിൻ്റെ ഒരു ലോകം, ഈ അമിതമായിട്ട് ശരീരത്തെ എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടം, ഇതൊക്കെ കൂടി വന്നപ്പോൾ അതൊക്കെ കൂടി ചേർന്നാണ് അദ്ദേഹം വരച്ചതെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് നഷ്ടമാവുന്നതിന് തൊട്ട് മുമ്പുള്ള ചിത്രശേഖരമാണ് ഇത്. ഈ വർഷം ലളിതകലാ അക്കാദമിയുടെ പരമോന്നതമായിട്ടുള്ള ഫെലോഷിപ്പ് നൽകിയിട്ട് ലോകപ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ ആദരിക്കുമ്പം അത് കതിരൂരിലുള്ള ഒരാളെയാണ് ആദരിച്ചത്. പ്രഭാവതി മേപ്പയിൽ നിന്നാണ് പേര്. മേപ്പയിൽ ഇപ്പോൾ അവരാരുമില്ല, അവരെ അമ്മാവൻ ഇവിടെയാണ് വരിക. അവർ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ്. സ്വർണ്ണം കൊണ്ടാണ് ചിത്രം ഉണ്ടാക്കുക. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ നമ്മൾ ആദരിച്ചത് വത്സൻ കൂർമ്മ കൊല്ലേതിരി എന്ന ശില്പിയാണ്. അദ്ദേഹം ഈ വർഷത്തെ കേരളത്തിലെ ബയോസേവ അവാർഡ് കലാമികവിന് ലഭിച്ച ആളാണ്. ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ബി സ്ട്രോങ് എന്ന ലേഡീസ് ജിം. 2022 ആരംഭിച്ച ഈ ജിം കേരളത്തിലെ തന്നെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ വരുന്ന ലേഡീസ് ജിമ്മാണ്. ഇനി ബി സ്ട്രോങ് എന്ന ലേഡീസ് ജിമ്മിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. 2022-23 വർഷമാണ് ഈ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സമയം നമുക്ക് ഒരു ഭാഗ്യം പോലെ കിട്ടിയൊരു ബിൽഡിങ്ങാണിത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വിവിധ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ താമസിപ്പിക്കേണ്ട ഒരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഈ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ലൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ജിമ്മിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളിത് ഇതുപോലെയുള്ളൊരു ഫിറ്റ്നസ് സെൻറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിടങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾക്ക് പൊതുവെ കളിസ്ഥലങ്ങളില്ല. അവർക്ക് വ്യായാമം തീരെ വ്യായാമം കുറഞ്ഞുകൊണ്ട് പിന്നെ ഭാവിയിൽ അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ PCOD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടതിനെ തുടർന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് അതായത് ICDSൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത് ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തും ഒരു നല്ലൊരു പ്രൈവസിയോട് കൂടിയിട്ട് നമുക്കിത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഓഫറും വെക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ സ്കൂൾ വെക്കേഷൻ സമയത്ത് സ്റ്റുഡൻസ് ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 10 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ട്. അവർക്ക് 500 രൂപ മാത്രം അടച്ചുകൊണ്ട് അഡ്മിഷൻ ഫീസ് ഒന്നും ഇല്ലാതെ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ വെച്ചത് ഈ ഒരു ഉദ്ഘാടനം നമ്മൾ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പിന്നെ അവർക്ക് 2000 രൂപ എന്നുള്ള രീതിയിൽ പുതിയ അഡ്മിഷൻ എടുക്കുന്നയാൾക്ക് 3 മാസത്തെ ട്രെയിനിങ്, അതായത് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് സാധാരണ പോകുന്നത് അതേ രീതിയിൽ പോകുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാതെ 3 മാസം തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഓരോ സീസണബിളായിട്ട് നമ്മൾ ഓരോ ഓഫറുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പം പോകുന്നത്. കതിരൂരിൻ്റെ കാർഷിക പാരമ്പര്യത്തിന് ഇടക്കാലത്ത് വലിയ നിലയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുന്യം വയലായാലും അതോടൊപ്പം തന്നെ എരിവട്ടി വയലായാലും ഇതൊക്കെ പ്രധാനപ്പെട്ട കാർഷിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. അതിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും
സമീപകാലത്ത് കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്തിനിടയിൽ ആ കാർഷിക മേഖലയിലെ പാരമ്പര്യം തിരിച്ചു പിടിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുകയും അതിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മളുള്ളത്. അതിന് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല മുൻകൈയെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പുണ്യം ആഗ്രോ സൊസൈറ്റി ആയാലും കതിരൂരിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളായാലും ഇവരെല്ലാം കുടുംബശ്രീയും തൊഴിലുറപ്പ് മേഖലയും എല്ലാം ചേർന്ന് ഈ കാർഷിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുണ്യം നേന്ത്രവാഴ എന്നുള്ളത് ഇന്ന് ലോക പ്രശസ്തി ആർജിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്രദേശത്ത് മാത്രമായി കണ്ടുവരുന്ന പുണ്യം നേന്ത്രവാഴയിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ രുചി അത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് അതിൻ്റെ ഭൗമസൂചികാ പദവിയുടെ ഭാഗമായുള്ള പഠനത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ പഠന റിപ്പോർട്ട് പൂർത്തീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും കതിരൂരിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ കരുത്തായി ഈ പുണ്യം നേന്ത്രവാഴ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. പച്ചക്കറി കൃഷിയിൽ നമുക്ക് വലിയ മാറ്റം ഈ കാലയളവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും അടുക്കളത്തോട്ടം, അതോടൊപ്പം തന്നെ ടെറസിലെ പച്ചക്കറി കൃഷി, അതുപോലെ ചട്ടിയിൽ ഉൾപ്പെടെ പുതുതായി രൂപപ്പെടുത്തിയിട്ടുള്ള കൃഷി രീതികൾ, ഇതെല്ലാമായി വിവിധ മേഖലകളിൽ നമുക്ക് പച്ചക്കറി തനതായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കാർഷിക മേഖലയിൽ പച്ചക്കറി കൃഷിയെ ഒരു കൃഷി രീതി പിന്തുടരുന്ന കർഷകർക്ക് വലിയ നിലയിലുള്ള സഹായമാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഒരുക്കി കൊടുക്കുന്നത്. അത് പച്ചക്കറിയുടെ വിത്ത് വിതരണം ചെയ്യുന്നതിലായാലും അതിൻ്റെ വളം വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും അവർക്ക് കൂലിച്ചെലവിലേക്ക് സബ്സിഡി ഇനത്തിൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലൊക്കെയായി വലിയ പിന്തുണ അവർക്ക് നൽകി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറി മേഖലയിൽ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ നെൽകൃഷി പലയിടങ്ങളിലും തരിശു നിലങ്ങൾ കൃഷി ചെയ്യാതെ ഇടുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. പതിയെ നമുക്കതിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. രൂപം കൊടുത്തിട്ടുള്ള പല JLG ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക ഗ്രൂപ്പുകളുടെയും എല്ലാം നേതൃത്വത്തിൽ സംഘകൃഷിയുടെ ഭാഗമായി ഇവിടങ്ങളിൽ നെൽകൃഷി പുനരാരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വളർന്നു എന്നുള്ള അവകാശവാദം ഇല്ല, പക്ഷേ പതിയെ ആ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിപ്പോൾ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2022 മാർച്ചിലാണ് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഖാദി മേഖലയിലിപ്പോൾ തുടർച്ചയായി ജോലി ചെയ്യുന്നുണ്ട്, കൃത്യമായി ജോലി കിട്ടുന്നുണ്ട്, അതിനകത്ത് വേറെ കുറവൊന്നുമില്ല. തുച്ഛമായ വരുമാനമാണ് ഖാദി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ളത്. പക്ഷേ കൃത്യമായി ജോലിയുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇത് എടുക്കാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ വരുമാനത്തിൽ കുറച്ച് കുറവാണ്. മറ്റ് തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലുമായി ബന്ധപ്പെടുന്നതിന് വളരെ അന്തരമുണ്ട്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. പുരുഷന്മാർ പൊതുവേ ഈ മേഖലയിൽ ഇപ്പം കുറവാണ്. ഇത് പാരമ്പര്യമായിട്ട് ഉള്ള ഒരു വ്യവസായം കൂടിയാണ് ഖാദി. കൈത്തറി എന്ന് പറയുന്ന നേരം മറ്റ് നൂലുകളൊക്കെ മിഷൻ്റെ അകത്ത് ഉണ്ടാക്കി സ്പിന്നിങ് മില്ലിൽ നിന്ന് ഉണ്ടാക്കി വരുന്നതാണ്. നമ്മുടെ ഖാദിയുടെ നൂലുകളെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്ന നൂലുകളെല്ലാം കൈകൊണ്ടുള്ള വർക്കുകളാണ് ഈ ഖാദിയുടെ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മുടെ ഓണത്തിനൊക്കെ വലിയ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃത്യമായി ഈ 2 വർഷവും ഇടപാടുകളില്ലാതെ എല്ലാ തൊഴിലാളികൾക്കും ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ ഖാദി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവെയുള്ള എൻ്റെ അഭിപ്രായം. കതിരൂർ പഞ്ചായത്തിനകത്ത് 24 സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയാണിത്. അതിൽ തന്നെ UP സ്കൂളുകളും LP സ്കൂളുകളും വരുന്നുണ്ട്. കതിരൂരിൻ്റെ ഒരു പ്രത്യേകത, മിക്കവാറും ഒരു വാർഡിൽ ഒരു സ്കൂളെങ്കിലും ഏറ്റവും അടുത്ത് ആളുകൾക്ക് പോയി വരാൻ പാകത്തിലുണ്ട്. അൺഎയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലുമുള്ള സ്കൂളുകളിൽ അതിൻ്റെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും അതിൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ കാലയളവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം ഈ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തിന് ശേഷം ഇങ്ങോട്ട്
ഏതാണ്ട് 6 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. മറ്റ് എം പിമാരുടെയും അതോടൊപ്പം തന്നെയുള്ള ആളുകളുടെയൊക്കെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ട് ചേരുമ്പോൾ ഏതാണ്ട് 10 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം 7 വർഷക്കാലത്തിനിടയിൽ കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം നടന്നിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി ആ സ്കൂൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭൗതിക അന്തരീക്ഷത്തിലുണ്ടായ മാറ്റം, അക്കാഡമിക് രംഗത്തുണ്ടായിട്ടുള്ള മാറ്റവുമെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് 100 വയസ്സ് പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് വലിയ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും കതിരൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം തൂവപ്പെട്ടൊരു കാലയളവ് കൂടിയാണ് ഇത് എന്നുള്ളത്. ആയിരത്തി 300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും VHSCയും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ 9 മണി മുതൽ 4 മണി വരെ SLCക്ക് മോർണിംഗ് ക്ലാസ്സുകളും രാവിലെയും വൈകുന്നേരമായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. മറ്റ് ക്ലാസ്സുകൾ 10 മണി മുതൽ 4 മണി വരെ നടക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ട USS, NMMS തുടങ്ങിയ പരിശീലനവും കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. കൂടാതെ NCC, NSS, SPC, JRC, സോഷ്യൽ സർവീസ് സ്കീം തുടങ്ങിയവയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാലയമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി 2 വർഷങ്ങളിലായിട്ട് ബെസ്റ്റ് PTA അവാർഡ് കൂടി കിട്ടിയ വിദ്യാലയം കൂടിയാണ് ഇത്. ഇന്ത്യയിലെ തന്നെ 2 സൂര്യനാരായണ ക്ഷേത്രങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഏതാണ്ട് 2000-ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്ന് പോലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തീർത്ഥാടന ടൂറിസത്തോടനുബന്ധിച്ച് ഭാവിയിൽ ഈ ക്ഷേത്രം കാത്തിരിക്കുന്നത് അനവധി ടൂറിസം പദ്ധതികളാണ്. മഹാവിഷ്ണു സൂര്യനും ചേർന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായാണ് സൂര്യനാരായണ ഭഗവാൻ എന്നൊരു പ്രതിഷ്ഠ കതിരൂരിൽ ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ശ്രീരാമൻ്റെ ആ കാലഘട്ടത്ത് നമ്മുടെ ലങ്കയിലേക്ക് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും അപഹരണ സമയത്ത് ഈ ശ്രീരാമൻ്റെ ഇവിടെ വെച്ച് ആദിത്യ മന്ത്രം ജപിക്കുകയും ആ സൂര്യനാരായണ ക്ഷേത്രത്തിൽ വെച്ച് ഇവിടെ സൂര്യനാരായണ ഭഗവാനെ പ്രതിഷ്ഠിച്ച് യുദ്ധത്തിനായി പോവുകയും രാവണ നിഗ്രഹം നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇവിടെ പ്രധാനമായിട്ട് 2-ാം ശനിയാഴ്ചത്തെ നവഗ്രഹ പൂജയും അതേപോലെ തിരുവോണനാളിലെ തിരുവോണവൂട്ടും മറ്റ് വിശേഷ ദിവസങ്ങളിലെ എന്ന പോലെ ഗണപതി ഭഗവാൻ അപ്പം മൂടൽ നിവേദ്യം, അതേപോലെ മറ്റ് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും പൂജയും ഇവിടെ എല്ലാ ദൈവങ്ങൾക്കും നേദ്യവും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ പ്രസാദമായിട്ടും നൽകുന്നതാണ്. തിരുവോണനാളിൽ തിരുവോണവൂട്ടിന് ഏകദേശം ഒരു 1000-ഓളം ആളുകൾ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം ഈ ക്ഷേത്രത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിഞ്ഞുകൊണ്ടും ഈ ക്ഷേത്രത്തിലെ പുരാണമായിട്ടുള്ള പല അനുഷ്ഠാന രീതികളും അറിയാൻ വേണ്ടി പല രാജ്യത്തു നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രധാനമായും ശ്രീകോവിലിൻ്റെ നവീകരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശ്രീകോവിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ച ശ്രീകോവിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് മാത്രമാണ് അത് മേൽക്കൂര മാത്രം മാറ്റി പണിതത്. അത് തിരിച്ച് ഇനി
മേൽക്കൂര പൂർണ്ണമായും ചെമ്പ് പാകുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ നമ്മുടെ സർക്കാരിൻ്റെ മലബാർ ദേവസ്വം ബോർഡിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളുടെ ഭാഗമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സൂര്യനാരായണ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 3 കോടിയോളം രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ തുക. സാധാരണ പുറത്തുനിന്നൊക്കെ വരുന്ന കൂട്ടർക്ക് ഗസ്റ്റ് ഇവിടെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ്, അതായത് തന്ത്രിമഠം എന്ന രൂപത്തിലും, അതേപോലെ അവിടെ ഒരു അഗ്രശാല, ഭക്ഷണശാല എന്ന രൂപത്തിലും ഇവിടെ പണികഴിപ്പിക്കുകയാണ്. അതുപോലെ ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അതുപോലെ ക്ഷേത്രച്ചെരയുടെ നവീകരണം തുടങ്ങിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുറ്റം മുഴുവനും കരിങ്കൽ പാവുവാനുള്ള തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുകയാണ്. ആ വർക്കും കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. സരസ്വതി മണ്ഡപവും ആണ് മറ്റൊരു പ്രത്യേകത. ആ സരസ്വതി മണ്ഡപത്തിൻ്റെ പ്രവൃത്തിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ക്ഷേത്രത്തെയും കൂടി ഉൾപ്പെടുത്താൻ ആദരണീയനായ നമ്മുടെ മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അവറുകൾ ടൂറിസം വകുപ്പ് മന്ത്രിയായ സമയത്താണ് നമ്മുടെ ക്ഷേത്രത്തെയും കൂടി തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തത്. തുടർന്ന് നിലവിലെ സ്പീക്കറും തലശ്ശേരി MLA ശ്രീ AN ഷംസീർ അവറുകൾ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നു, എല്ലാ ചുറ്റുപാടുകളും അതിനുവേണ്ടി തയ്യാറാക്കി തന്നു. ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ക്ഷേത്രവും പൈതൃക ടൂറിസം പദ്ധതിയിലേക്ക് ഉൾപ്പെട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വലിയൊരു ചുമർ ചിത്രം, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ചുമർ ചിത്രം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബബീഷ്, ഗുരുവായൂരിലെ ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച ബബീഷാണ് ഇവിടെയും ചുമർ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു കാലമാണിപ്പോൾ ഈ കഴിഞ്ഞു പോയ കാലയളവ് എന്നുള്ളത്. അതിനൊരു പ്രധാന കേന്ദ്രം കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായുള്ള EMS സ്മാരക ഗ്രൗണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ആ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കായിക മേഖലയിൽ നടത്തിയിട്ടുള്ള കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ളൊരു ഇടപെടലുണ്ട്. ആ ഇടപെടലിൽ ഗ്രാമപഞ്ചായത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശീലനങ്ങളിലായാലും മറ്റിടപെടലുകളിലെല്ലാമായി വിവിധ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ എടുത്തു പറയേണ്ടത് കതിരൂർ ഹൈസ്കൂളിൽ ഒരു ഘട്ടത്തിൽ ആരംഭിച്ച, ഏകദേശം 10 വർഷം മുൻപ് ആരംഭിച്ചിട്ടുള്ള, 12 വർഷത്തോളമായി ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ടാലൻറ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കോച്ചിങ് പരിശീലന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും അവിടെ കൃത്യമായി പരിശീലന പരിപാടികളുമായി യുവതാര കതിരൂരും കതിരൂർ സർവീസ് സഹകരണ ബാങ്കുമെല്ലാം കായിക രംഗത്ത് വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കതിരൂരിലെ കായിക മേഖലയിലെ മറ്റൊരു പ്രത്യേകത കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ രംഗത്തെ പ്രധാനികളായിട്ടുള്ള ആളുകളാണെന്ന് ആ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. F13 എന്ന പേരിൽ നടക്കുന്ന ആ ക്ലബിൻ്റെ പരിശീലന പരിപാടിയിലൂടെ നിരവധി പുതിയ താരങ്ങൾ ഈ ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ തലശ്ശേരി MLA 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഓപ്പൺ ജിംനേഷ്യം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആളുകളുടെ കായികമായ കരുത്തും ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും നിലനിർത്തുന്നതോടൊപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിൽ ആ ഓപ്പൺ ജിംനേഷ്യവും ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ട് കൂടി തയ്യാറാകുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കതിരൂരിലെ
കായിക രംഗത്ത് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റത്തിന് ഗതിവേഗം പകരും വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അക്കാദമി കഴിഞ്ഞ നവംബർ 7-ാം തീയതി ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഉദ്ഘാടനം ചെയ്ത അക്കാദമിയാണ്. ഏകദേശം 160ഓളം കുട്ടികളാണ് ഈ അക്കാദമിയിൽ നിലവിലുള്ളത്. അണ്ടർ 10, അണ്ടർ 14 വിഭാഗങ്ങളിലായി 160 കുട്ടികൾക്കാണ് പരിശീലനം നൽകി വരുന്നത്. ഈ കതിരൂർ സ്റ്റേഡിയത്തിൽ അണ്ടർ 14 വിഭാഗത്തിലും തൊട്ടടുത്തുള്ള കതിരൂർ ബാങ്കിൻ്റെ ടർഫ് ഗ്രൗണ്ടിൽ വെച്ച് അണ്ടർ 10 കുട്ടികൾക്കുമാണ് പരിശീലനം നൽകി വരുന്നത്. കതിരൂർ ബാങ്കും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ CK വിനീത്, മുഹമ്മദ് റാഫി, റിനോ ആൻഡോ, NP പ്രദീപ് തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളാണ് ഈ അക്കാദമി നിയന്ത്രിക്കുന്നത്. ബാംഗ്ലൂർ FC ആയി ഈ അക്കാദമി ടൈപ്പ് ആകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ FC ടീമുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുമായി അവരെ അധികാരികൾ ഇങ്ങോട്ട് വന്ന് ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടി അക്കാദമിയുമായി ടൈപ്പ് ആകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2012 നമ്മൾ കതിരൂർ അക്വാറ്റിക് ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ 3 ഇടത്ത് സൂര്യനാരായണ ക്ഷേത്രത്തിലും ചോയ്യാടംകുളത്തിലും ഇപ്പം 4-5 വർഷമായിട്ട് എരുവട്ടിക്കുളത്തിലും 3 ഇടത്ത് വെച്ചിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തിനിടയിൽ ഒരു 5000 കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ച് കഴിഞ്ഞു. രാവിലെ 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ട്രെയിനർമാർ ഇവിടെ ഉണ്ടാകും. കുട്ടികളെ ഇപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് ഇപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കേണ്ട യോഗ്യത നേടിയ കുട്ടികളൊക്കെ ഉണ്ട്. മത്സരത്തിൽ പങ്കെടുത്തിട്ട് മെഡലൊക്കെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നീന്തൽ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 8-ാം തീയതി പൊന്ന സെൻട്രൽ LP സ്കൂളിലാണ് കതിരൂർ അക്വാറ്റിക് ക്ലബ്ബ് രൂപം കൊണ്ടത്. കതിരൂരിലെ 15-ാം വാർഡിലെ സഹൃദ സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് അക്വാറ്റിക് ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത്. കതിരൂരിൻ്റെ അടുത്ത തലമുറ കൂടുതൽ കരുത്തുറ്റതാവാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായാണ് കതിരൂർ അക്വാറ്റിക് ക്ലബ്ബ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി മുഴുവൻ ആൾക്കാരെയും കതിരൂരിലുള്ള മുഴുവൻ ആൾക്കാരെയും നീന്തൽ അഭ്യസിപ്പിക്കാമെന്ന ആശയത്തിൽ തുടങ്ങുകയും അത് പിന്നീട് വളർന്ന് വികസിച്ച് 5000-ഓളം പേരെ ഈ നാടിൻ്റെ സമീപത്തും വിവിധ സ്ഥലങ്ങളിലുമുള്ള 5000-ഓളം പേരെ നീന്തൽ അഭ്യസിപ്പിക്കുന്നതിനും അത് ശാസ്ത്രീയമായി ആക്കുന്നതിനും പരിശീലകരെ നിരന്തരം പരിശീലിപ്പിച്ചിട്ട് നല്ല പ്രവർത്തകരാക്കി നല്ല പരിശീലകരാക്കി മാറ്റുന്നതിനും അക്വാറ്റിക് ക്ലബ്ബിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലുള്ള വളണ്ടറി ആയിട്ടുള്ള ഒരു സേവനമാണ് അക്വാറ്റിക് ക്ലബ്ബിൻ്റെ 10-25ഓളം വരുന്ന പ്രവർത്തകർ നടത്തി വരുന്നത്. അത് ഈ സീസണിൽ മാത്രം ചെയ്യാൻ മാത്രം കഴിയുന്ന ഒരു പരിശീലനമാണ് ഇപ്പോൾ കതിരൂരിൽ സാധ്യമാവുന്നത്. കാരണം ഇവിടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തതാണ് അതിനുള്ള പ്രയാസം. എന്നിരുന്നാലും 9 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കോട്ടയം പഞ്ചായത്ത് പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി നവീകരിച്ച് തയ്യാറാക്കി തന്നിട്ടുള്ള കോട്ടയം പഞ്ചായത്തിലെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് സീസണലായിട്ട് മാത്രം നാച്ചുറൽ പൂളാണ്. അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നിട്ട് വേണം ഈ പരിശീലനം നടത്താൻ. അങ്ങനെ ഇന്ന് കതിരൂർ ഹൈസ്കൂളും ചുണ്ണങ്ങാപ്പുഴ ഹൈസ്കൂളും അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് മത്സരിക്കാൻ വേണ്ടി പരിശീലനത്തിന് എത്തിയിട്ടുണ്ട്. അത് തുടർന്നും വരികയാണ്. അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറി മുന്നോട്ടേക്ക് പോവുകയാണ് അക്വാറ്റിക് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്വാറ്റിക് ക്ലബിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിമിതിക്കകത്ത് സീസണലായിട്ട് മാത്രം പരിശീലിപ്പിക്കാൻ കഴിയുന്നതിൽ നിന്ന് മാറി ഏത് സമയത്തും പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് കോച്ച് അടക്കമുള്ള ഒരു സംവിധാനമാണ് പ്രതീക്ഷിക്കുന്നത്. അക്വാറ്റിക് ക്ലബിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ആവശ്യം അതാണ്. ഒരു ശാസ്ത്രീയമായിട്ടുള്ള 50 മീറ്റർ വീതിയുള്ള നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂള് ലഭിക്കുക എന്നതാണ് അക്വാറ്റിക് ക്ലബിൻ്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്പോർട്സ് അത്ലറ്റുകൾ കതിരൂരിൽ നിന്ന് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും അക്വാറ്റിക് ക്ലബിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിലൂടെ സജ്ജമായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി 1 വർഷത്തേക്കുള്ള ഒരു കോച്ചിനെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണുള്ളത്. ഇപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്കും കോച്ചിൻ്റെ സേവനവും അതുപോലെ തന്നെ
നല്ല ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും കതിരൂരിന് ആവശ്യമാണ് എന്നതാണ് നമുക്ക് ഇതിലൂടെ ആവശ്യപ്പെടാനുള്ളത്. കതിരൂരിൻ്റെ ഭാവി നിർണ്ണയിക്കാനിരിക്കുന്നത് ടൂറിസം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. കാരണം അത്രമാത്രം വലിയ വികസന സാധ്യതകളാണ് കതിരൂർ ടൂറിസം മേഖലയിൽ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. കതിരൂരിൻ്റെ തനതായിട്ടുള്ള പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാറ് ഇവിടെ MLA ആയിരിക്കുന്ന ഘട്ടത്തിലും ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പൈതൃക ടൂറിസം പദ്ധതി എന്നുള്ളത്. ആ പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള പഴശ്ശി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി കതിരൂരിൻ്റെ 2 പ്രധാന സവിശേഷതകളെ ടൂറിസം മേഖലയ്ക്ക് അടയാളപ്പെടുത്തുവാൻ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചിരുന്നു. അതിലൊന്ന് സൂര്യനാരായണ ക്ഷേത്രമാണ്, മറ്റൊന്ന് കതിരൂരിൻ്റെ തനത് പാരമ്പര്യ രീതിയിലൂടെ വികസിച്ച് വന്നിട്ടുള്ള കളരിയാണ്. ഈ ആദ്യം പറഞ്ഞ സൂര്യനാരായണ ക്ഷേത്രം എന്നുള്ള അതിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ അവിടെ 3 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇപ്പോൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനം പൂർത്തിയാവുന്നതോടൊപ്പം കേരളത്തിലെ എന്നല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ചുമർ ചിത്രം, നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം കൂടി അവിടെ തയ്യാറാവുകയാണ്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് തന്നെ നേരത്തെ തുടക്കം കുറിച്ചിട്ടുള്ള ചിത്രഗ്രാമം എന്ന പദ്ധതിയിൽ നിന്ന് ആരംഭിക്കുകയും ഇന്ന് ഏതാണ്ട് 2350 സ്ക്വയർ ഫീറ്റ് നീളമുള്ള കേരളത്തിലെ ക്ഷേത്ര ചുമർ ചിത്രങ്ങളിലെ ഏറ്റവും നീളമേറിയ ചുമർ ചിത്രം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കളരി കതിരൂരിൻ്റെ ഒരു പ്രത്യേകത പുന്യം തങ്കം നടന്നു എന്ന് പറയുന്ന വടക്കൻ പാട്ടുകളിലെ തച്ചോളിയോധനൻ്റെയും കതിരൂർ കുരിക്കളുടെയും എല്ലാം അംഗം നടന്നു എന്ന് പറയുന്ന പുന്യം വയലിൽ പ്രത്യേകമായ ഇടപെടലിലൂടെ അവിടെ ഒരു പുണ്യത്തങ്കം എന്ന ഒരു പരിപാടി ഏതാണ്ട് 10 വർഷം മുൻപ് ആരംഭിച്ചിരുന്നു. ആ പ്രവർത്തനത്തിന് അന്ന് അവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ള പട്ടിംഗോപാലൻ സ്മാരക വായനശാലയും പിന്നീട് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ഫോക്ലോർ അക്കാദമിയും എല്ലാം ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിനെ ഒരു വലിയ ജനകീയ ഉത്സവമായി അവിടെ കൊണ്ടാടുകയാണ്. ഈ പ്രവർത്തനം നേരിൽ കണ്ട അനുഭവത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇതിനെ ടൂറിസം മേഖലയിലെ ഒരു പ്രധാന പദ്ധതിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ നിന്ന് ഈ വർഷത്തെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ 8 കോടി രൂപയാണ് ഈ പ്രവർത്തനത്തിൻ്റെ വികസനത്തിനായി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. കളരിയുടെ പോരാട്ട ചരിത്രവും അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കായുള്ള നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളുടെ കഥയും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കേരളത്തിലെ തന്നെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയെന്നോണം ഒട്ടനവധി വികസന പദ്ധതികൾ ആദ്യം തുടങ്ങിവെച്ച കതിരൂർ ഗ്രാമപഞ്ചായത്തിന് ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.